മൗനം വെച്ച് നമ്മൾ കേൾപ്പാൻ വേഗതയും പറവാൻ താമസമുള്ളവരായിരിക്കണം. എല്ലാത്തിനും മറുപടി കൊടുക്കാൻ പോകരുത്. ഭാര്യയെ ചെയ്ത ഒരു കുറ്റം കണ്ട് ഭർത്താവ് ഒന്ന് കുറ്റപ്പെടുത്തിയാൽ ഉടനെ ആ ന്യായീകരണവും കൊണ്ട് നിൽക്കണം. അത് കേട്ടങ്ങ് സ്തോത്രം പറഞ്ഞാൽ മതി. ഇത്തിരി കുറ്റം പെടുത്തുമ്പോൾ ആ കുറ്റം കേൾക്കുന്ന നിങ്ങൾക്ക് അനുഗ്രഹമാണ്. ഉടനെ അങ്ങനെയല്ല, ഞാൻ കാരണമല്ല, നിങ്ങൾ കാരണം, നിങ്ങൾ പോയി അവിടെ സംസാരിച്ചില്ലേ, അവിടെ പോയില്ല, അത് ചെയ്തില്ലേ എന്ന് പറഞ്ഞ് ന്യായീകരിച്ച് വന്നു കഴിഞ്ഞാൽ അത് വലിയൊരു ഇഷ്യൂ ആയിട്ട് മാറും. എന്നാൽ നിങ്ങൾക്ക് അത് പറയാനുള്ള സമയമുണ്ട്. അപ്പോഴല്ല ഒരു നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷമായിട്ടിരിക്കുന്ന സമയത്ത് ചേട്ടൻ അങ്ങനെ പറഞ്ഞല്ലോ, അതിന്റെ യഥാർത്ഥമായ കാര്യം ഇങ്ങനെയാണെന്ന് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം. ഇനി പറഞ്ഞു കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ദൈവം തനിക്ക് തലയാണത്. ഭർത്താവ് തലയാണ്. തലയ്ക്ക് എപ്പോഴും ഭാര്യ കീഴ്പ്പെട്ടിരിക്കണം. പെണ്ണ് തലയാകാൻ പോകരുത്, സ്ത്രീ തലയാകരുത്. അത് സഭയിലായാലും കുടുംബത്തിലായാലും സമൂഹത്തിലായാലും പ്രശ്നം തന്നെയാണ്. ദൈവവചനത്തിൽ ഒരു ഓർഡർ ഉണ്ട്. ക്രിസ്തുവിന്റെ തല ദൈവം, പുരുഷന്റെ തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷൻ. ഇതാണ് ഓർഡർ. ഈ ഓർഡർ എവിടെ തെറ്റുന്നു അവിടെ എല്ലാം പ്രശ്നങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ഇന്ദ്രിയജയം ആണ് നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. ഒന്ന് ക്ഷമിക്കുക. നമുക്ക് ഈ നാവാണ് ഇന്ദ്രിയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമെന്ന് യാക്കോബ് പഠിപ്പിക്കുന്നുണ്ട്. ഈ നാവൊന്ന് അടക്കിയാൽ എത്ര സമാധാനം വീട്ടിലുണ്ടാവും. ആരെങ്കിലും ഒരാൾ പറഞ്ഞെങ്കിൽ അയാൾ പറഞ്ഞോട്ടെ. അതിന് ന്യായീകരണവും അതിന്റെ നീതീകരണവും അതിന്റെ ജസ്റ്റിഫിക്കേഷൻ ഒന്നും ചെയ്യാൻ പോകണ്ട. അവിടെ മിണ്ടാതിരുന്ന് സ്തോത്രം ചെയ്താൽ മതി. നാവ് അടക്കുക. ഇന്ദ്രിയജയം വേണം. പിന്നെ ഇന്ദ്രിയത്തോട് സ്ഥിരത വേണം. കുറെ കാലമൊക്കെ നന്നായിട്ട് നല്ല വിശ്വാസമായിട്ടാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ അയാൾ പറയാം, ഇനിയിപ്പോൾ ആരാനൊക്കെ പോയിട്ട് എന്തിനാ കാര്യം, ഉപവാസ പ്രാർത്ഥനയ്ക്കൊന്നും പോകണില്ലേ, വല്ലപ്പോഴൊക്കെ ഞാൻ പോകും, പിന്നെ പാസ്റ്റർ വന്ന് വിളിക്കണ പോവും. ഇങ്ങനെയുള്ള ഒരു തണുപ്പിന് ആർക്കും വേണ്ടി ഒന്നും ചെയ്യണ്ട. ഈ പാസ്റ്ററിന് വേണ്ടിയിട്ട് നമ്മൾ ആരും ഇവിടെ വരണ്ട. നമ്മൾ വരുന്ന ദൈവത്തെ ആരാധിക്കാം. നമുക്ക് ദൈവം ഇവിടെ നമ്മളെ ആക്കി വെച്ചിരിക്കുകയാണ്. ഇവിടെ നമ്മൾ വിശ്വസ്തരായിരിക്കണം. ഇവിടെ ഒരു വലിയ ഹോളില്ല, ഒരു വലിയ എസ്റ്റാബ്ലിഷ്മെന്റ് നേച്ചറൊന്നും ഇല്ല. എങ്കിലും നിങ്ങളെ ദൈവം ഇവിടെ ആക്കി വെച്ചിരിക്കുന്നെങ്കിൽ നിങ്ങളെ ഇവിടെ വളർത്താനും നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരുക്കാനും ദൈവം വിശ്വസ്തനാണ്. നിങ്ങൾ വേറെ വലിയ ഇടം നോക്കി പോയാൽ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ വളരെ കഷ്ടത്തിലായി പോകും. നിങ്ങൾ ആക്കി വെച്ചിരിക്കുന്നത് ഇവിടെയാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ നിന്ന് വിശ്വസ്തരായിട്ട് കർത്താവിനെ ആരാധിച്ചും വചനമൊക്കെ കേട്ടും പഠിച്ചും നല്ല ക്രിസ്ത്യാനികളായി നല്ല സാക്ഷ്യമുള്ളവരായി നിന്നാൽ നിങ്ങൾ വർത്തിക്കും. ഈ മൾട്ടിപ്ലിക്കേഷൻ, സഭ വളരുന്ന എപ്പോഴും ഗുണീകരണത്തിലൂടെയാണ്. നമ്മൾ ഗുണപ്പെട്ട് വരുമ്പോൾ നമ്മളുടെ പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവരെ ആകർഷിക്കപ്പെട്ട് അങ്ങനെ അത് മൾട്ടിപ്ലൈ ചെയ്യാണ്. അല്ലാണ്ട് വെറുതെ പോയൊരു സോപ്പ് തരാം, ചീപ്പ് തരാം, സൂപ്പ് തരാം എന്നൊക്കെ പറഞ്ഞ് സുവിശേഷം പണ്ട് മിഷണറിമാർ പറഞ്ഞ പോലെ സോപ്പ് സൂപ്പ് സാൽവേഷൻ എന്നല്ല ഇന്നത്തെ രീതി. ഇന്നത്തെ സോപ്പ് സൂപ്പ് സാൽവേഷന്റെ കാലം കഴിഞ്ഞുപോയി. ഇന്ന് ജീവിതമാണ് സുവിശേഷം. ബ്രദറിനെ കണ്ടിട്ട്, ബ്രദറിന്റെ സ്നേഹവും ബ്രദറിന്റെ ഇടപാടും ഒക്കെ കണ്ടിട്ട് ബ്രദറിനോട് ഒരു അട്രാക്ഷൻ എന്ന് പറയാം. ബ്രദറെ ഞായറാഴ്ച എവിടെയാണ് ബ്രദർ പോകണം, ഞാനൊന്ന് വരട്ടെ എന്ന് പറയുന്ന ഒരാള് ബ്രദർ മുഖാന്തരം വരണം. നമ്മളെല്ലാവരും ആത്മീയ മാതാപിതാക്കളായി മാറണം. ഈ ജീവനുള്ളതിന്റെ ലക്ഷണം എന്താണെന്നറിയാമോ? അത് അതിൻ്റെതായ ഗുണമുള്ള അതിൻ്റെതായ കാര്യങ്ങളെ വർദ്ധിപ്പിക്കും, അതിനെ പ്രസവിക്കും ജീവനുള്ളത്. അപ്പൊ നമ്മൾ ജീവനുള്ള സഭയാകണമെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും മാതാപിതാക്കളായി മാറണം. നിങ്ങൾ ഓരോ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കണം, ആത്മീയ ശിശുക്കളെ നിങ്ങൾ ജനിപ്പിക്കണം. നിങ്ങൾ മുഖാന്തരം ഈ സഭയിലേക്ക് മറ്റുള്ളവർ കടന്നു വരണം. അങ്ങനെയാണ് സഭ വർദ്ധിക്കുന്നത്. അതാണ് ജീവനുള്ള സഭ. സ്ഥിരത വേണം. സ്ഥിരതയോടുകൂടി ഭക്തി എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം നമുക്ക് ആർക്കും അറിയില്ല. ഇംഗ്ലീഷിൽ വാക്കെടുത്താൽ മതി. ഗോഡ്ലിനെസ് എന്ന് പറയുന്നത്. ഭക്തി എന്ന് പറഞ്ഞാൽ കൈകുപ്പി. ഇപ്പം ഈ നോയമ്പ് കാലമല്ലേ, ഇപ്പം നോക്കിയാൽ നമുക്ക് ഭക്തി പ്രകടനം കാണാൻ പറ്റും. ഈ ഭക്തി പ്രകടനത്തിന്റെ ഒരു മത്സരം നടത്തിയാൽ കത്തോലിക്ക സഭയുടെ കയ്യിലായിരിക്കും എവർ റോളിംഗ് ട്രോഫി ഇരിക്കുന്നത്. ഇതുപോലെ ഭക്തി വേഷം കെട്ടാൻ പറ്റിയവർ ഇവർ മാത്രമേ ഉള്ളൂ. ഇപ്പത്തെ നോക്കി കയ്യും വിരിച്ചിരുന്ന് കുരിശിന്റെ വഴി കൂടും, പോയി മുട്ട നിൽക്കും, കല്ലൊക്കെ വിരിച്ചിട്ട് പാതയിൽ പോയി കഷ്ടപ്പെട്ട് ത്യാഗമെടുത്ത്. ഇതെല്ലാം സെൽഫ് മോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു പുണ്യമാണെന്ന് അവർ പഠിപ്പിക്കുന്നത്. പക്ഷെ വചനം പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലായി, സ്വന്തം ശരീരത്തെ ദണ്ഡിപ്പിക്കുന്നത് പുണ്യമല്ലാതെ പൈശാചികമാണ്. അല്ലേ? പിശാചുക്കൾ കൂടിയിരുന്ന അവൻ എന്ത് ചെയ്തു? കല്ലുകൊണ്ട് അവന്റെ ശരീരത്തെ എന്ത് ചെയ്തു? ഇങ്ങനെ ഉരച്ച് ദണ്ഡിപ്പിച്ചുകൊണ്ടിരുന്നതാണ്. അത് പൈശാചിക സ്വഭാവമാണ്. ശരീരത്തെ ദണ്ഡിപ്പിക്കാൻ പാടില്ല. ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്, ദൈവത്തിന്റെ ആലയമാണ്. തന്നെ ഇടിക്കുകയോ ദണ്ഡിപ്പിക്കുകയോ ചെയ്യുന്ന പാപമാണ്. നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോൾ ചിലർ ഞാൻ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ നെഞ്ചത്തിട്ടിടിക്കും, ചില തലക്കെട്ടിടിക്കും, തല കൊണ്ട് ഇങ്ങനെ ഭിത്തിക്കെട്ടിടിക്കും. അതൊക്കെ പാപം, പൈശാചികമാണത്. ചെയ്യാൻ പാടില്ല. നമ്മുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്, ആലയമാണ്. അതിന് നമ്മൾ വളരെ സൂക്ഷിച്ചോടും വളരെ കൃത്യമായിട്ടും വൃത്തിയായിട്ടും ആരോഗ്യത്തോടും സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അത് നമ്മൾ ചെയ്യണം. അപ്പോൾ ഈ സെൽഫ് മോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന കാര്യം അവിടെ ഇല്ല. ഭക്തി എന്ന് പറയുന്നത് ഗോഡ്ലിനെസ്, ദൈവിക സ്വഭാവം നമ്മളിലേക്ക് വരണം. അതിന്റെ 4-ാം വാക്യത്തിൽ നമ്മൾ വായിച്ച 4-ാം വാക്യത്തിൽ ഈ ലോകത്തിന് മോഹത്താള് നാശം വിട്ടൊഴിഞ്ഞ് ദൈവിക സ്വഭാവത്തോട് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. അപ്പൊ ഈ ലോകത്തിന് മോഹത്താള് നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുമ്പോഴാണ് ഒരാൾ ഭക്തനായി മാറുന്നത്. കൊഞ്ചം ബിസിനസ്സും കൊഞ്ചം മോഷണം എന്ന് പറയുന്ന പോലെ ഉള്ള ഒരുപാട് ഇതിലില്ല. ലോകത്തിൽ മോഹത്തോടെ നാശം വിട്ട് ഒഴിയണം.
ഒഴിഞ്ഞിട്ട് ദൈവ സ്വഭാവത്തിന് കൂട്ടാളികളായിത്തീരണം. ക്രിസ്തുവിന്റെ ഭാവം നമ്മളിൽ വന്ന് നിറയണം, ദൈവിക ഭാവം നമ്മളിൽ നിറയണം. അപ്പോഴേ ഭക്തനായി മാറുന്നത്. അതാണ് ഗോഡ്ലിനെസ് എന്ന് പറയുന്നത്. ഭക്തിയോട് സഹോദരപ്രീതിയും സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവേൻ. ഈ അന്ത്യകാല സഭയ്ക്കുള്ള 2 സ്വഭാവ ഗുണങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ബ്രദർലി കൈൻഡ്നസ്, സഹോദരപ്രീതി, ബ്രദർലി കൈൻഡ്നസ് ആൻഡ് ഹോളി ഡീസൻസി. ഇന്ന് രണ്ടും ഈ പറയുന്ന സോ കോൾഡ് പെന്തക്കോസ്റ്റ് ചർച്ച്, ഞാൻ ആരും കുറ്റപ്പെടുത്തുകയില്ല, ഞാൻ ആർക്കും എതിരല്ല, ഞാൻ എല്ലാവരും സ്നേഹിക്കുന്നു. സോ കോൾഡ് പെന്തക്കോസ്റ്റ് ചർച്ചിൽ ഇത് രണ്ടും നഷ്ടപ്പെട്ടിരിക്കും. ഹോളി ഡീസൻ, ആത്മീയതയ്ക്കൊരു മര്യാദയുണ്ട്. ആത്മീയ മര്യാദ ഇന്നില്ല. എന്തും എവിടെ വെച്ച് എന്തും ആരെയും നിഷിച്ചും ആരെയും വിമർശിച്ചും ആരെയും താഴ്ത്തിക്കെട്ടാൻ ഇവർക്കൊക്കെ വലിയ വേദികൾ കിട്ടില്ല. അവരതിലേക്ക് സന്നദ്ധരാണ്. അവർക്ക് അതിനൊന്നും ഒരു മടിയില്ല. ആരോടും എന്തും പറയാം. ഇറങ്ങിപ്പോന്ന് പറയുന്ന സഭകളുണ്ട്. നിങ്ങൾ ഇനി ഇവിടെ വരണമെന്നൊക്കെ, അതൊന്നും ഹോളി ഡീസൻസിൽ പെട്ട കാര്യമല്ല. നിങ്ങൾ ഇനി ഇവിടെ വരണ്ടെന്ന് ഒരു പാസ്റ്റിന് പറയാൻ പാടില്ല. അല്ലെങ്കിൽ അതിന് തക്കതായ കാരണങ്ങളുണ്ട്. അതുപോലെ രഹസ്യമായിട്ട് കൈകാര്യം ചെയ്യേണ്ട അതിനൊക്കെ വിധം ബൈബിളിലെല്ലാം വ്യവസ്ഥകൾ പറഞ്ഞിട്ടുണ്ട്. നേരെ മറ്റുള്ളവരുടെ മുമ്പിച്ച് നീ സഹോദര ഇനി മേലെ ഇവിടെ വരണം കേട്ടോ എന്ന് പറയുന്ന ഹോളി ഡീസൻസി ഇല്ലാത്ത കാര്യമാണത്. ഹോളി ഡീസൻസി നമുക്ക് ആവശ്യമാണ്. ബ്രദർലി കൈൻഡ്നസ് വേണം, സഹോദരനോട് പ്രീതി വേണം. സഹോദരന്മാർ നേരത്തെ പറഞ്ഞില്ല, ആരെങ്കിലും ഒരാൾ ഭാരപ്പെട്ടിരിക്കുന്നെങ്കിൽ നമുക്ക് ദൈവത്തിന്റെ ആത്മാവ് നിയോഗം തരുമ്പോൾ അയാളെ പോയി നമ്മൾ സഹായിക്കണം. നമുക്ക് ചിലപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ ചിലപ്പോൾ അല്പം ഇടുങ്ങിപ്പോയെന്ന് വരുന്നത് നമ്മൾ പോയി അവരെ സഹായിക്കണം. അതാണ് സഹോദരപ്രീതി. നമ്മൾ തമ്മിൽ ഭാരങ്ങൾ വഹിക്കുന്നവരായി തീരണം. മറ്റുള്ളവരുടെ വേദനകൾ അറിയുന്നവരായി തീരണം. ശരീരത്തിലെ അവയവങ്ങളാണെങ്കിൽ കൈക്ക് വേദനയെന്നും പറഞ്ഞ് ഞാൻ ഉണ്ടായിരിക്കില്ല, എനിക്ക് മൊത്തം വേദന ഉണ്ടാവും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഒന്ന് കൈക്ക് ശുശ്രൂഷ ചെയ്യും വേദന പോകാൻ വേണ്ടി. അപ്പോഴെനിക്കൊരു ആശ്വാസം കിട്ടുള്ളൂ. ഈ ഒരു ബദ്ധത, ഈ ഒരു വ്യഗ്രത ഓരോ വിശ്വാസിക്കും ഉണ്ടായിരിക്കും. ഒരാൾ ആശുപത്രിയിലാണെങ്കിൽ അയാൾ ആശുപത്രി കിടക്കട്ടെ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, പോയി കാണണം. പോയി കണ്ട് അയാളെ ചെയ്യാനുള്ള ശുശ്രൂഷ മുഴുവൻ ചെയ്യണം. ഒരാൾക്ക് ഒരു സഹോദരിക്ക് ഒരു വിഷമഘട്ടം ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും കൂടി ചെന്ന് ശുശ്രൂഷിക്കണം. ആ സഹോദരപ്രീതി, അവിടെ ദൈവത്തിന്റെ കൃപ ലഭിക്കുന്നത് സഹോദരപ്രീതിയിലൂടെയാണ്. നമുക്ക് ഈ നാണയത്തിന് 2 വശം എന്ന് പറയുന്ന പോലെ ദൈവത്തെ സ്നേഹിക്കുന്നവർ സഹോദരനെ സ്നേഹിച്ചിരിക്കണം, മസ്റ്റാണ്. അല്ലാണ്ട് ഞാൻ ആരാധനയ്ക്കെല്ലാം മുടങ്ങാതെ പോകുന്നുണ്ട്, ഉപവാസ പ്രാർത്ഥനയ്ക്കെല്ലാം ഉണ്ട്, ആ സഹോദരൻ അവിടെ പോകാം, അതൊന്നും എനിക്ക് പോകാൻ പറ്റില്ല, സമയം കിട്ടില്ല, ആരാധന ഞാൻ മുടക്കുന്നില്ല. ഇത് രണ്ട് രീതിയിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. അത് പോകണം. അവിടെ പോയില്ലെങ്കിൽ ഇതൊക്കെ തമ്മിൽ പിണഞ്ഞിടയ്ക്കുക. ആശുപത്രിയിലൊന്നും പോകാൻ പറ്റില്ല, എനിക്ക് സമയം കിട്ടില്ല, ആരാധനയ്ക്ക് ഞാൻ കൃത്യമായിട്ട് പോയി മുടങ്ങിയില്ല. അപ്പോൾ അത് 2 കൺസെപ്റ്റായി പോകുന്നു. ഇത് രണ്ടും ഒന്നാ. ഇവിടെയും പോകണം, അതും ചെയ്യണം, എല്ലാം ചെയ്യണം. ഈ സഹോദരപ്രീതിയും കൂടി കൂട്ടി കഴിയുമ്പോൾ അവസാനം സ്നേഹം, ദൈവം വന്നു കൂടും. അത് ക്യാപ്പാണ്. ആദ്യം വിശ്വാസം, വിശ്വാസത്തോടുകൂടി വീര്യം, വീര്യത്തോട് പരിജ്ഞാനം, പരിജ്ഞാനത്തോടുകൂടി ഇന്ദ്രിയത, ഇന്ദ്രിയത്തോട് സ്ഥിരത, സ്ഥിരതയോട് ഭക്തി, ഭക്തിയോട് സഹോദരപ്രീതി, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവിൻ. ഇവ നിങ്ങൾക്കുണ്ടായി വന്നാൽ എന്താണ് അടുത്ത വാക്യം? വേഗത്തിൽ ഞാൻ അവസാനിപ്പിക്കാം, സമയം വളരെ മുന്നോട്ട് പോയി, സോറി. വർദ്ധിക്കുന്നുവെങ്കിൽ കണ്ട, ഉത്സാഹമില്ലാത്തൊരു നിഷ്ഫലന്മാർ. ഇതില്ലെങ്കിൽ നമുക്ക് ഉത്സാഹമില്ല. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പാസ്റ്റർ പറഞ്ഞ് സ്നാനപ്പെട്ടു, അത്ര തന്നെ, പിന്നെ തീർന്നു. പിന്നെ പാസ്റ്റർ പറയും അവിടെ വരണം, ഒന്നുമില്ല, നമുക്കൊന്നും വളരാനൊന്നും കാര്യങ്ങളും ഇല്ല. ഇവ ഉണ്ടായെങ്കിൽ ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാർ, നമ്മൾ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും, നിഷ്ഫലന്മാരായിത്തീരില്ല. അടുത്ത വാക്യം വേഗം വായിച്ചു. അവയില്ലാത്തവനോ കുരുടനത്രേ, അവൻ ഹ്രസ്വദൃഷ്ടിയുള്ളവനും തന്റെ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനും തന്നെ. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പിൻ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ തുടർന്ന് വാക്യം വായിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇതാണ് നമ്മുടെ ലക്ഷ്യം. നമുക്ക് അവിടെ പ്രവേശിക്കണം. ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നമ്മളിൽ രൂപാന്തരം വരണം. ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായിത്തീരണം. ഇന്നിങ്ങനെ ഒരു സമയം തന്നതിന് ദൈവത്തിന് നന്ദി അർപ്പിക്കുകയാണ്. കർത്താവിനെ പരിചയപ്പെടുവാനും എൻ്റെ സാക്ഷ്യം മുഴുവനും എല്ലാം പറയാൻ പറ്റിയില്ലെങ്കിൽ ചുരുക്കമായിട്ട് ഇപ്പം നിങ്ങൾക്ക് ഏകദേശം രൂപം കിട്ടിയെന്ന് വിചാരിക്കുകയാണ്. അത്രയും പറയാൻ കർത്താവ് അവസരം തന്നല്ലോ. സമയം വളരെ മുന്നോട്ട് പോയി, ക്ഷമിക്കണം. ഇത്രയുമെങ്കിലും സമയമുണ്ടെങ്കിൽ ഇത്രയെങ്കിലും പറഞ്ഞു പോകാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ നമുക്ക് ഈ അന്ത്യകാലത്ത് നമ്മളിൽ ഓരോരുത്തരിലുമുള്ള ഭാരം എനിക്ക് രൂപാന്തരപ്പെടണം. ഐ വാണ്ട് ടു ഹാവ് എ ട്രാൻസ്ഫോർമേഷൻ ലോഡ്. എനിക്കൊരു രൂപാന്തരം വേണം. എൻ്റെ സ്വഭാവത്തിനെല്ലാം മാറ്റണം. ഞാൻ ക്രിസ്ത്യാനിയായിട്ട് എത്ര വർഷമായി, ഞാൻ സ്നാനപ്പെട്ട് ഇത്ര നാളായി, എന്നിട്ടും എൻ്റെ സ്വഭാവത്തിന് വ്യത്യാസം വരുന്നില്ലെങ്കിൽ എന്നിൽ എന്തോ കുറവുണ്ട്. ക്ഷമിക്കാൻ കഴിയുന്നില്ല, സഹിക്കുവാൻ കഴിയുന്നില്ല, പൊട്ടിത്തെറിക്കുന്നു, ഇന്ദ്രിയജയം വരുന്നില്ല, സഹിഷ്ണുത വരുന്നില്ല.
പ്രൈസലോ ക്ഷമിക്കുവാൻ കഴിയുന്നില്ല, പിന്നെയും കയ്പിന്റെ അനുഭവം ഉള്ളിലുണ്ടെങ്കിൽ രൂപാന്തരം വന്നിട്ടില്ല. ക്രിസ്തുവേശുവിന്റെ ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോവും, കർത്താവിന്റെ തേജസ് നിങ്ങളുടെ മേൽ വന്ന് നിറയും എന്ന ദൈവത്തിന്റെ വചനം പറയുന്നു. അതുപോലെ നമ്മളിൽ വന്ന് നിറഞ്ഞിട്ട് നമ്മളൊരു വ്യത്യാസം കാണും. ഇതാണ് ഈ അന്ത്യകാലത്ത് കർത്താവ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈ ഒരു രൂപാന്തരത്തിനായിട്ട് പ്രാർത്ഥിക്കാൻ കർത്താവ് നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അവസരം നിന്ന കർത്താവിന്റെ ദാസനും സഭയ്ക്കുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഞാൻ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കും. ഈ ചെറിയ കൂട്ടായ്മയിൽ എനിക്ക് വലിയ സന്തോഷം തോന്നി. ഞാൻ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കും. നിങ്ങളും എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഞാനിവിടെ പട്ടം പ്ലാമോട് ഒരു വീട്ടിൽ വാടകത്തെ താമസിച്ചുകൊണ്ട് കൗൺസിലിങ്ങും പ്രാർത്ഥനയും ഒക്കെ ആയിട്ടിങ്ങനെ പോവുകയാണ്. ഞായറാഴ്ച ആരാധനയ്ക്കുള്ള സൗകര്യം ഒരുക്കിയിട്ടില്ല. ഒരുങ്ങി വരുമ്പോൾ ദൈവം ഒരുക്കും. ഈ അടുത്ത മാസം ആകുമ്പോൾ ഫ്രീ ആവും. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. അതുവരെയുള്ള സമയങ്ങളിൽ കൗൺസിലിങ്ങും പ്രാർത്ഥനയൊക്കെ നടത്തിക്കൊണ്ടിരിക്കും. പലയിടത്തും ഇതുപോലെ ശുശ്രൂഷ കൺവെൻഷനൊക്കെ പോകുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യം. ഏതെങ്കിലും ഒരു ദൈവദാസൻ എവിടെയെങ്കിലും ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ രഹസ്യം എന്താണെന്ന് വെച്ചാൽ ആ ദൈവദാസന്റെ പിന്നിൽ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടമുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ദൈവദാസന്മാർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഞങ്ങളുടെ ബലം. അതുകൊണ്ട് നിങ്ങൾ ദയവായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.